മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്ന് ഹൈക്കോടതി. ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ലെന്നും ഹൈക്കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. രോഹിണി, 2017 നോർത്ത് പറവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസ് നിലവിൽ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഏത് നിറത്തിലുമുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും അത് നിയമവിരുദ്ധമല്ലെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നുള്ള ഒരു കുറ്റവും ഈ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ കുറ്റമടക്കം റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ ചെറിയ ബലപ്രയോഗം സ്വാഭാവികമാണ് എന്നുള്ള ഒരു പരാമർശവും ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങളാണ് ഇവയൊക്കെ. ഈ ഇത്തരം ചെറിയ കാര്യങ്ങളിലെ നിയമ നടപടികൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ കാര്യത്തിനും കേസെടുത്തു കഴിഞ്ഞാൽ കേസെടുക്കാനേ സമയം കാണുമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഈ 2017 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. മുഖ്യമന്ത്രി വാഹനത്തിൽ പോകവേ തന്നെ ഈ പ്രതിഷേധക്കാർ കരിങ്കൊടി വീശുകയായിരുന്നു. ഇതിനെതിരെയാണ് പറവൂർ പോലീസ് കേസെടുത്തത്. അത് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഇതിന്റെ നടപടികൾ നടന്നിരുന്നത്. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള പ്രതികൾ നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ കുറ്റകരമോ അപമാനിക്കലോ അല്ലെന്നുള്ള കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. രോഹിണി. ശരി രേഷ്മ, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്ന് ഹൈക്കോടതി. ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ലെന്നും ഹൈക്കോടതി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.